ഇതാണ് ദില്ലിയിലെ ചോർ മാർക്കറ്റ്. മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടാൽ ചിലപ്പോൾ തപ്പിക്കൊണ്ടങ്ങ് പോകും. അത്രേ ഉള്ളൂ. പൂരാ ചോർ മാർക്കറ്റ് കണ്ടോ. ഇവിടെ എന്ത് സാധനവും കിട്ടും കേട്ടോ. നൈക്കിന്റെ റീബോക്കിന്റെ ഒക്കെ ഷൂ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ 50 രൂപയ്ക്കും കിട്ടും. അതാണ് ചോർ മാർക്കറ്റാണ്. അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ് കൂടുതൽ ഇവിടെ വിൽക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ മൊബൈൽ പിടിച്ചോണ്ടാലും അത് തപ്പിക്കൊണ്ടോ ആള് കാണും കേട്ടോ. ഇതാണ് ഡൽഹിയിലെ ചോർ മാർക്കറ്റ്. മൊബൈൽ മുറിക്കാൻ പിടിച്ചപ്പോൾ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ഡൽഹി ചോർ മാർക്കറ്റ്. ഏത് സാധനവും ചെറിയ തട്ടൊക്കെ തട്ടി എവിടെ പ്രശ്നമൊന്നുമില്ല. തട്ടി അങ്ങ് വീഴുവാ. മൊബൈലൊക്കെ സ്ട്രോങ് ആയിട്ട് പിടിക്കണം, അല്ലെങ്കിൽ എപ്പോഴാ മാന്തി പിടിച്ചോണ്ട് പോകുന്നത് പറയത്തില്ല. ഇതാണ് ദില്ലി ചോർ മാർക്കറ്റ്. പ്ലാവലയൊക്കെ വെക്കണം. പ്ലാവല ഉണ്ടോ, ആടിനെ തീറ്റിട്ടുള്ള പ്ലാവല. ഷൂ ഉണ്ടോ, റെഡ്ലാൻഡ് വേണോ, ആണ്ടെ എയർപോഡ് അല്ലേ, അതായത് ചക്ക. ദില്ലി ചോർ മാർക്കറ്റ് നമ്മൾ കാണാനുള്ളത് തന്നെ. പക്ഷേ നമ്മുടെ സാധനങ്ങളെല്ലാം സ്വന്തമായി സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. നമ്മുടെ ചേച്ചി കണ്ട കിളിയെ വാങ്ങിച്ചോണം. കിളിയെ വാങ്ങിച്ചോണം. പാൻ്റെ ഉടുപ്പ് തുണികൾ എന്തും കിട്ടുന്ന ദില്ലിയിലെ ചോർ മാർക്കറ്റാണ് അത്. ഭയങ്കര തിരക്കാണ്. ഒന്നാമത് സൺഡേ കൂടെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്ക്. ദില്ലി ചോർ മാർക്കറ്റ് കിട്ടാത്ത ഒന്നുമില്ല. ഏത് ഷൂ വേണം, എന്ത് സാധനം ബ്രാൻഡഡ് വേണോ, ബ്രാൻഡ് അല്ലാത്ത വേണോ, എന്തുണ്ട്. ഷൂ ചോർ മാർക്കറ്റിലെ കച്ചവടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആട് കച്ചവടം വരുന്നുണ്ട്. ആട് കച്ചവടം. ഓയ്